ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CP എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ഒക്കെയാണ് അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വേറൊരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലയാളത്തിൻ്റെതാണ്. മലയാളത്തിൻ്റെ ആയിട്ട് 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടതുണ്ട്. LGSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ടോപ്പിക്ക് അവരുടെ എക്സാമിനേഷനകത്ത് ഇല്ലാത്തത് കൊണ്ട് LGSകാർ ഇപ്പോൾ പോയിട്ട് പഠിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുക. CPAക്കും LDCക്കും മറ്റ് ഡിഗ്രി ലെവൽ പോലെയുള്ള +2 ലെവൽ അങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ മലയാളം സിലബസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ്. സോ അവർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ചെയ്യുന്നത്. ഡൗട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ബോർഡിൽ എഴുതി ക്ലിയർ ചെയ്ത് ഞാൻ തന്നു പോകുന്ന ഒരു രീതിയാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന +2 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിപരീത പദം കണ്ടെത്തുക. എതിർപദമാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമം. പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് എന്നർത്ഥം നമുക്കറിയാം അല്ലെ. ആദ്യത്തെ ഓപ്ഷൻ ദക്ഷിണമാണ്, B പൂർവം, C ഉത്തരം, D ധ്രുവം. ദക്ഷിണം തെക്ക്, പൂർവം കിഴക്ക്, പശ്ചിമം പടിഞ്ഞാറ്, പൂർവം കിഴക്ക്. അപ്പൊ പശ്ചിമം എന്നുള്ളതിന്റെ വിപരീത പദം എന്താ വരുന്നത്? അത് പൂർവമാണ്. ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. ഇനിയും കിട്ടിയേക്കാം. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം എന്ന് അർത്ഥം. ധ്രുവം എന്ന് നിങ്ങൾക്ക് അറിയാം, ഭൂമിയുടെ ധ്രുവ പ്രദേശം നമ്മൾ പറയും അല്ലെ. അപ്പം പശ്ചിമം, അതിന്റെ വിപരീത പദം എന്താണ്? പൂർവം. അടുത്തത് ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം. ഗുരുത്വം, ഗുരു കടാക്ഷം, ഗൗരവം, ഗുരുതരം. ഗുരുവിന്റെ ഭാവം എന്താണ്? അത് ഗൗരവമാണ്. ഗുരുവിന്റെ ഭാവമാണ് ഗൗരവം. ഓക്കെ, ഇതും പലതവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയുമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പഠിക്കുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. 93 സു ആഗതം. സു അധികം ആഗതം ചേർത്തെഴുതാനാണ് തന്നിരിക്കുന്നത്. സു അധികം ആഗതം. സുഗതം, സ്വാഗതം, സാഗതം, സുസ്വാഗതം. സു അധികം ആഗതം എന്താണ്? അത് സ്വാഗതമാണ്. ഇത് ഓർത്ത് വെക്കണേ. ഒരുപക്ഷെ PSC നമുക്ക് സ്വാഗതം എന്ന് തന്നിട്ട് അത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാന്ന് ചോദിക്കാം. അപ്പൊ തിരിച്ചു ചോദിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. സ്വാഗതം എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? സു അധികം ആഗതം എന്നാണ്. സ്വാഗതം, സു അധികം ആഗതം. ഇനി അടുത്ത നോക്കിയേ. സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. താഴെ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പിഷാരടി, മഹതി, ഭവാൻ, ഹസ്തി അല്ലെ. പിഷാരടി എന്ന് പറയുന്ന സ്ത്രീലിംഗമാണോ? അല്ല. പെട്ടെന്ന് രമേശ് പിഷാരടി എന്ന് ഓർത്താലും മതി. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. മഹതി. മഹതി എന്താണ്? അത് സ്ത്രീലിംഗമാണ്. മഹാൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ഇത് മഹതി. അപ്പൊ പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമല്ലോ. മഹാൻ, മഹതി. മഹതിയുടെ പുല്ലിംഗമാണ് മഹാൻ. നെക്സ്റ്റ്, വഴിയാധാരമാക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ആധാരം വഴിയിൽ പോകുക, വഴിയിൽ കിടക്കുന്ന ആധാരം, ആശ്രയമില്ലാതാകുക, ആധാരം നഷ്ടപ്പെടുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അല്ലെ. എന്നെ വഴിയാധാരമാക്കരുത് എന്ന് പറയാറില്ലേ ചിലപ്പോ. നീ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എന്നെ വഴിയാധാരമാക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്നെ വഴിയാധാരമാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ആശ്രയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്താണ്? വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആശ്രയം ഇല്ലാതാക്കുക. ആശ്രയം ഇല്ലാതാക്കുക. അടുത്തത് സമാന പദം കണ്ടെത്തുക. ജനകൻ, തനയൻ, പിതാവ്, സുതൻ, ജാമാതാവ്. ജനകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ ജനിപ്പിച്ച ആള്. നമ്മളെ ജനിപ്പിച്ചത് ആരാ? നമ്മുടെ പിതാവാണ് അല്ലെ. അപ്പൊ ജനകൻ എന്നുള്ളതിന്റെ സമാന പദം ഏതാണ്? പിതാവ് അല്ലെ. ജനകൻ പിതാവാണ്. തനയൻ ആരാണ്? പുത്രനാണ്. സുതൻ ആരാണ്? പുത്രനാണ്. ജാമാതാവ് മരുമകൻ അല്ലെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. അടുത്തത് പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ. പ്രോസസ് കൈവശം വയ്ക്കൽ, നിയമം, നടപടികൾ, തെളിവ്. നമ്മൾ സാധാരണ കേൾക്കുന്നത് അല്ലെ. അതിന്റെ പ്രോസസ് എന്തായി പ്രോസസ്സിങ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ.
അപ്പം പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നടപടികൾ എന്നുള്ളതാണ് അർത്ഥം. പ്രോസസ്, നടപടികൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. അഞ്ജലി, 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 അഞ്ജലി. മക്കളെ, ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒറ്റ കാര്യം ഓർത്താൽ മതി. ആദ്യം ഞാ വരും. ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഞായർ എന്നൊക്കെ പറയുന്ന ഞായ ആദ്യവും അതിനുശേഷമാണ് ജ വരുന്നത്. ജലം അല്ലെ എന്നൊക്കെ ഉപയോഗിക്കുന്ന ജ അതിനുശേഷം വരും. ആദ്യം ഞാൻ എന്നുള്ള ഞായും അതിനുശേഷം ജലത്തിന്റെ ജായും വരും. അതാണ് എന്ത്? അഞ്ജലി. ഓക്കെ, അഞ്ജലി നമ്മൾ പറയുന്നതാ. ആദ്യം ഞാ, അതിനുശേഷമായിരിക്കും ജ. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനി തെറ്റിക്കില്ല കേട്ടോ. അടുത്ത നോക്കിയേ. പിരിച്ചെഴുതുക. വിദ്യുത് ശക്തി. വിദ്യുത് അധികം ശക്തി, വിദ്യുത് അധികം ശക്തി, വിദ്യു അധികം ശക്തി, വിദ്യു അധികം ശക്തി. വിദ്യുത് ശക്തി പറയുമ്പോ ചായു ഇച്ചായു ഒക്കെ അവിടെ വന്നാലും വിദ്യുത് അധികം ശക്തിയാണ്. വിദ്യുത് അധികം ശക്തി ഓർത്തേക്കട്ടോ. വിദ്യുത് അധികം ശക്തി ഷായാണ് വരുന്നത് പിരിച്ചെഴുതുമ്പോ. എന്നിട്ടാണ് നമുക്ക് വിദ്യുത് ശക്തി എന്നാവുന്നത്. ഈ ചായു ഇച്ചായു ഇങ്ങനെ തെറ്റിദ്ധരിച്ചെഴുതരുത്. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. പര്യായ ശബ്ദം തിരിച്ചറിയുക. ഗജം. ഗജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താന്ന്. ഓപ്ഷൻ എ തുരകം, ബി അജം, സി ആന, ഡി നക്രം. ഗജം എന്താണ്? ആനയാണ് അല്ലെ. ഗജം സാധാരണ പറയല്ലേ അജ ഗജാന്തരം വ്യത്യാസമുണ്ട്. ആടും ആനയും പോലെ വ്യത്യാസമുണ്ട്. അജം ആട്, ഗജം ആന, അജ ഗജാന്തരം ഓർത്താ മതി. അജം ആട്, ഗജം ആന, ആടും ആനയും പോലുള്ള വ്യത്യാസം. അജ ഗജാന്തരം. അജം ആട്, ഗജം ആന. തുരകം വേഗത്തിൽ പായുന്ന. തുരക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പായുന്നത്. തുരകം എന്ന് പറഞ്ഞാൽ കുതിര. തുരകം കുതിര. നക്രം. നക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മുതലയാണ് അല്ലെ. മുതല, ചീങ്കണ്ണി മുതല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ രണ്ടും വേറെ വേറെ സാധനങ്ങളാണ്. എന്നാലും നക്രം മുതല. അതായത് കാലുകൊണ്ട് അധിക നേരം നിലത്തുകൂടി സഞ്ചരിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നക്രം ഒത്തിരിയും ദൂരം ഇങ്ങനെ നടന്നല്ല പോകുന്നത്. കൂടുതലും വെള്ളത്തിലൂടെ പായുന്ന ജീവിയല്ലേ. അപ്പം നക്രം മുതല, തുരകം കുതിര, അജം ആട്, ഗജം ആന. 10 ക്വസ്റ്റ്യൻസ് 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിള്. പഠിച്ചു തുടങ്ങുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇപ്പം നമ്മളോട് സമാന പദം ചോദിച്ചതാണെങ്കിൽ എത്രയോ എളുപ്പമായിരുന്നു. പര്യായ പദം ചോദിച്ചത് എളുപ്പമായിരുന്നു. സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്താൻ പറഞ്ഞത് എളുപ്പമായിരുന്നു. പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും തന്നതും ഒക്കെ എളുപ്പമായിരുന്നു. കാരണം ഈ 10 ക്വസ്റ്റ്യനും ശൈലി ചോദിച്ചത് അതിൽ എളുപ്പമായിരുന്നു. അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മലയാളത്തിൻ്റെതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 13ഓളം മെയിൻ ടോപ്പിക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സമാന പദം, ശൈലികൾ, ഒറ്റപ്പദം അതൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഗുരുവിൻ്റെ ഭാവം, ഗൗരവം ഇതൊക്കെ PSC പല തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒറ്റപ്പദമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യിച്ചു തരാം. അല്ലാത്തത് നിങ്ങളും തിരഞ്ഞു പിടിച്ച് കണ്ടെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല റാങ്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇതിൽ 10ൽ 10 ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 10ൽ 10 ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്